ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് വഴുതനങ്ങ വെച്ചിട്ടൊരു മെഴുക്ക് പുരട്ടി ഉണ്ടാക്കിയാലോ. നമ്മളതിനൊരു 5-6 വഴുതനങ്ങ എടുത്തിട്ടുണ്ട്. അത് ചെറുതാക്കി അരിഞ്ഞിട്ടാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ആവശ്യാനുസരണം നമ്മളൊരു അര സബോളയും ഒരു 5-6 അല്ലി വെളുത്തുള്ളിയും 2 കറിവേപ്പിലത്തണ്ടുമാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ ഗ്യാസ് ഓണാക്കിയിട്ട് ചട്ടി വെച്ച് അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് ഒരു 3-4 ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത്. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സബോളയും വെളുത്തുള്ളിയും ആഡ് ചെയ്ത് കൊടുക്കുക. അത് നന്നായി ഒന്ന് മൂത്ത് വരുമ്പോൾ നന്നായി ഒന്ന് മൂപ്പിക്കുക. അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു മെഴുക്ക് പുരട്ടിയാണ് കേട്ടോ. നമ്മളിപ്പോൾ ഈ കറിവേപ്പില ഇട്ടിട്ട് ഇളക്കിയിട്ട് ജസ്റ്റ് ഒന്ന് നന്നായി മൂത്ത് വരുമ്പോൾ നമ്മൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ള 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇതിൽ ആഡ് ചെയ്തിരിക്കുന്നത്. അത് വെച്ചിട്ട് നമ്മളതൊന്ന് മൂപ്പിച്ചെടുക്കുക. അത് കഴിഞ്ഞ് നമ്മളൊരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. മുളക് പൊടി എരിവിനനുസരിച്ച് ആഡ് ചെയ്യാം. ഇവിടെ ഞാൻ 1/2 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്തിരിക്കുന്നത്. അത് നന്നായി ഒന്ന് മൂത്ത് വരുമ്പോൾ നമ്മളതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വഴുതനങ്ങ ചേർത്തിട്ട് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഉപ്പും കൂടെ അതിൽ ആഡ് ചെയ്യുന്നുണ്ട്. ജസ്റ്റ് നല്ല രീതിയിൽ തന്നെ അതൊന്ന് മിക്സ് ചെയ്ത് ഒരു 10 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കുക. വെള്ളം ഒരു തുള്ളി പോലും ചേർക്കുന്നില്ല. അത് തുറക്കുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ വഴണ്ടി വന്നിട്ടുള്ള വഴുതനങ്ങ മെഴുക്ക് പുരട്ടി കിട്ടും.